ലൈവായിട്ട് അപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം, ഇപ്പോൾ നമ്മൾ ലൈറ്റക്കാൻ്റെ പേർ റിക്വസ്റ്റും അതുപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടിയും ഓട്ടോമാറ്റിക് ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് അതിൽ എൻട്രി കിട്ടും. അതുപോലെ തന്നെ ലൈവ് എൻട്രി കിട്ടുന്ന ഒരു കാര്യമാണ് എല്ലാ ദിവസവും ഉടമ്പടി, കൃപാസനത്തിൽ നടക്കുന്ന ഉടമ്പടി. അപ്പം മാതാവിൻ്റെ സന്നിധാനവും ജനങ്ങൾ ഉടമ്പടി എടുത്ത് നൂറുകണക്കിന് മനുഷ്യർ ഇങ്ങനെ അണമുറിയാതെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പോകുന്ന പ്രാർത്ഥനയുടെ പ്രവാഹങ്ങളിലേക്ക് നിങ്ങളെക്കൂടി ചേർത്ത് നിർത്താൻ വേണ്ടിയാണ് ഉടമ്പടി ലൈവായിട്ട് കാണിക്കുന്നത്. ഇരിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, നമ്മൾ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ നമ്മൾ കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, ഉടമ്പടി ഒരു പുതിയ വിഷയമാണ്. അത് എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യണത്? കാര്യം, എൻ്റെ ഒരു 40 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ സഭയിൽ നിലവിലുള്ള വ്യത്യസ്തങ്ങളായ ആധ്യാത്മിക പരിചരണങ്ങൾ നമ്മൾ പരിശീലിക്കുകയും അതുപോലെ തന്നെ അത് ശുശ്രൂഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നൊവേനകളുണ്ട്, കരിസ്മാറ്റിക് ധ്യാനങ്ങളുണ്ട്, ശുശ്രൂഷകളുണ്ട്, വ്യത്യസ്തങ്ങളായിട്ടുള്ള. പക്ഷേ നമ്മൾ ദിവസവും സാക്ഷ്യങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകണത്, ഇപ്പോഴും നിലവിലുള്ള എല്ലാവിധ ആധ്യാത്മിക പദ്ധതികളേക്കാൾ നിലവാരമുള്ളതും പെട്ടെന്നുള്ളതും സർവജനീനമായിട്ടുള്ള ദൈവാനുഭവമാണ് ഉടമ്പടിയിൽ വരുന്നത്. സർവജനീനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഓൺലി ഫോർ ക്രിസ്ത്യൻസ്, ആരെല്ലാം ദൈവമായിട്ട് ഉടമ്പടി വിഹിതമായ ഒരു ജീവിതക്രമം പാലിച്ച് മുന്നോട്ട് പോകുന്നുവോ സത്യസന്ധനായ ദൈവം അവരോടെല്ലാം പോസിറ്റീവായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്വപ്നകുമാർ എന്ന് പറഞ്ഞ ഒരു മകൻ ഇന്നലെ സാക്ഷ്യം പറഞ്ഞു. സ്വപ്നകുമാറിന് നാവിൽ ക്യാൻസറാണ്. അപ്പോൾ ആദ്യം അത് കുറച്ച് ഡോക്ടർ ബയോപ്സിയൊക്കെ കഴിഞ്ഞിട്ട് ക്യാൻസറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അറുത്ത് കളഞ്ഞു. അപ്പോൾ ഇനി അത് കയറി പിടിക്കുമോ എന്ന് അറിയാൻ വേണ്ടി അയാൾക്ക് പേടിയാണ്. അകത്തോട്ട് ഇനിയും ക്യാൻസർ ഉള്ളിലോട്ട് കയറുമോ, ഇനിയും 6 മാസം കഴിയുമ്പോൾ ബാക്കിയുള്ള നാക്ക് മുറിച്ച് കളയേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പുള്ളിക്ക് സങ്കടപ്പെട്ടിടങ്ങി. അപ്പോൾ എന്നിട്ട് അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പുമൊക്കെ ചേർത്ത് നാക്കിൽ പുരട്ടി അങ്ങനെ പ്രാർത്ഥിച്ചു പോവുകയാണ്. അപ്പം പിന്നീട് ബയോപ്സി എടുത്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസറിൻ്റെ അംശങ്ങൾ പോലും ഇല്ല. അപ്പം അയാൾക്ക് എന്തെങ്കിലും ധൈര്യമായി. പക്ഷേ അത് പറയാനല്ല ഞാൻ പറയണത്. സ്വപ്നകുമാർ അവസാനം പറഞ്ഞ് വെക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത്, എനിക്കിപ്പം നല്ല ആരോഗ്യമുണ്ട്, ഇപ്പം ഞാൻ 5 രോഗികളെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ദൈവം പെട്ടെന്ന് എന്നെ ഇങ്ങനെ സഹായിക്കാൻ കാരണം, ഞാൻ ഈ രോഗമായിരിക്കുന്ന സമയത്ത് ഉടമ്പടി എടുത്തതിന് ശേഷവും എൻ്റെ അധ്വാനത്തിൽ തുച്ഛമായ ഒരു അന്നന്ന് ജോലി എടുക്കുന്ന ആളാണ്. അതിൽ നിന്ന് ഉള്ള മിച്ചം പിടിച്ചിട്ടാണ് മറ്റ് സഹരോഗികളെ ആശുപത്രിയുള്ളവരെ സഹായിക്കുന്നത്. അങ്ങനെ സഹായിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം ദൈവം ആ ഉടമ്പടി സത്യസന്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ?
ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താ? നമ്മുടെ ഉടമ്പടി സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം. അതാണ് എൻ്റെ റിസ്ക്. ഉടമ്പടിയിൽ ഒരു റിസ്ക്കേ ഉള്ളൂ. അത് നമ്മുടെ ഉടമ്പടി നമ്മൾ ദൈവത്തോട് എടുത്തിരിക്കുന്ന ഈ ബയലാറ്ററൽ ഉഭയകക്ഷി എഗ്രിമെൻ്റ് സത്യസന്ധമാണെന്ന് ദൈവത്തിന് തോന്നണം. അതൊരു വല്ലാത്ത കടമ്പയാണ്. അതായത് എനിക്ക് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഇപ്പം ഇന്നലെയൊക്കെ 820 പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ആളെ കൂടുമ്പോൾ എല്ലാവരും ദൈവത്തിൻ്റെ വഴികളിലേക്ക് വരുന്നതിലും സന്തോഷമേ ഉള്ളൂ. പക്ഷേ എൻ്റെ മനസ്സിൽ ഉടനെ ഒരു ദുഃഖം ഉണ്ടാവും. കാര്യം കഥ അറിഞ്ഞിട്ടാണ് ഈ ആട്ടം കാണുന്നതെന്ന്. ഓരോരുത്തർക്കും ഓരോ കാര്യം ഇങ്ങനെ അവർക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധി തോന്നി കമ്പം കയറി വന്ന് ഉടമ്പടി എടുക്കും. എന്നിട്ട് ഈ ഉടമ്പടിയോട് എങ്ങനെയാണ് ടെക്നിക്കലി ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നേർച്ച വസ്തുക്കളൊക്കെ സാങ്കേതികമായിട്ട് ഉപയോഗിക്കും. ഈ സാങ്കേതികമായിട്ട് ഉപയോഗിച്ചാൽ നേർച്ച വസ്തുക്കൾ വർക്കൗട്ട് ചെയ്യത്തില്ല. നേർച്ച വസ്തുക്കളിലേക്ക് വരേണ്ടത് എന്താണ്? അതൊരു നേർച്ച വസ്തുക്കൾ ആസച്ച് അതൊരു മീഡിയം മാത്രമാണ്. അതെപ്പോഴും നമ്മൾ ടെക്നിക്ക് അറിയണം. നേർച്ച വസ്തു എന്ന് പറയുന്നത് ഒരു മാധ്യമം മാത്രമാണ് ദൈവത്തിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ ബൈബിൾ അംഗീകരിച്ചിട്ടുള്ള, ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള. കൃപാസനം പുതിയ നേർച്ച വസ്തുക്കളൊന്നും ഇറക്കിയിട്ടില്ല. ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ള നേർച്ച വസ്തുക്കളാണ് ജന്മാന്തരങ്ങളിലൂടെ ദൈവജനത്തിന് സൗഖ്യവും ശക്തിയും കൊടുക്കാൻ വേണ്ടി ദൈവം തൻ്റെ ജനവുമായിട്ടുള്ള യാത്രയിൽ ഉപയോഗിച്ചിട്ടുള്ള വസ്തുക്കളാണ് ഉപ്പ്, അതുപോലെ തന്നെ തൈലം. അതെല്ലാം ദൈവം ഉപയോഗിച്ചതാണ്. ദൈവം ഉപയോഗിച്ച ആ നേർച്ച വസ്തുക്കളെ ആർക്ക് വേണമെങ്കിലും ദൈവനാമത്തിൽ ഉപയോഗിക്കാം. പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ദൈവനാമത്തിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷെ ദൈവനാമത്തിൽ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്. അതറിഞ്ഞിരുന്ന നേർച്ച വസ്തുക്കൾ പെട്ടെന്ന് വർക്കൗട്ട് ചെയ്യും. ദൈവനാമത്തിലാണ് എല്ലാം ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ക്രിസ്ത്യൻ പറയാനെല്ലാം പോണത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ഇതെല്ലാം ബ്ലെസ് ചെയ്തിരിക്കുന്നതും ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. നിങ്ങളത് ഉപയോഗിക്കണം ക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. പക്ഷെ ദൈവനാമത്തിൽ ഒരു ഉപയോഗിക്കുമ്പോൾ അതിന് വരുന്ന റിസ്ക് ഉണ്ട്. ഉടമ്പടിക്കുള്ള റിസ്ക് പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടിയിൽ സത്യസന്ധമായിട്ട് ദൈവത്തിനത് സത്യസന്ധമായിട്ട് തോന്നണം. അതാണ് ഉടമ്പടി റിസ്ക്. നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ റിസ്ക് ഉണ്ട്. നമ്മൾ ദൈവനാമത്തിലാണ് ഇത് ഉപയോഗിക്കുന്നത്, വിശ്വാസപ്രമാണം ശരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സാങ്കേതികമായിട്ട് വർക്കൗട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ ചിലർക്ക് വർക്ക് ചെയ്യും, ചിലർക്ക് വർക്കൗട്ട് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ദൈവനാമത്തിൽ ഉപയോഗിക്കുന്ന ഒരാൾ, ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ ദൈവനാമത്തിലൊരു വസ്തു ഉപയോഗിക്കുമ്പോൾ അവിടെ വിശ്വാസം മാത്രം പോരാ, പിന്നെന്ത് വേണം? സ്നേഹം, ദൈവത്തോട് സ്നേഹം കൂടി വേണം. അത് സ്നേഹത്തിൻ്റെ സ്വഭാവം അറിയാമല്ലോ. അത് ഇൻറ്റിമസിയുടെ ഭാഗമാണ്. ഞാനിന്ന് കൊച്ചച്ഛനുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അതായത് പലപ്പോഴും പള്ളി പ്രസംഗങ്ങളിൽ വരുന്നൊരു പ്രത്യേകത, അതൊരു നോളജ് ട്രാൻസ്ഫറിങ് ആയിട്ടാണ് അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള അറിവുകൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുക. പക്ഷേ അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ചില അറിവുകൾ നമുക്ക് അനുഭവവേദ്യമാകാത്തതിൻ്റെ കാരണം അതിൻ്റെ അഭിഷേകത്തല നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അറിവ് പകർന്നു കൊടുക്കുമ്പോൾ അതിൻ്റെ ജീവനെന്ന് പറയണത് അതിൻ്റെ അഭിഷേകമാണ്. അഭിഷേകമില്ലാത്ത അറിവുകൾ സാങ്കേതിക ജ്ഞാനമാണ്, വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ എപ്പോഴും എൻ്റെ മക്കൾ, ഞങ്ങൾ ഉടമ്പടി പ്രകാരം നിങ്ങൾക്ക് തരുന്ന ഫോർമുലയിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ദൈവമായിട്ടൊരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ വേണ്ടി
നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ, പ്രബോധനങ്ങൾ നൽകുന്നുണ്ട്. അതിനാണ് ചൊവ്വാഴ്ച ധ്യാനം വെച്ചിരിക്കുന്നത്. മനസ്സിലായ? ഇപ്പം നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുന്നു. ഇപ്പോൾ സ്വപ്നകുമാറിന് എന്താ പറഞ്ഞിരിക്കണത്? അവസാനം പറഞ്ഞ സാക്ഷ്യം നിർത്തിയത് എന്താണ്? ഞാനിപ്പോൾ ആരോഗ്യമുണ്ട്, ഞാൻ 1 മാസം പണിക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് 5 രോഗികളെ ശുശ്രൂഷിക്കാനുണ്ട്. അതാണ് വിഷയം. നേരത്തെ അദ്ദേഹത്തിന് രോഗിയായിരുന്ന കാലത്ത് രോഗികളെ ശുശ്രൂഷിക്കുമായിരുന്നു. ഇപ്പോഴദ്ദേഹം എന്താ പറയണത്? ഇപ്പം എനിക്ക് ആരോഗ്യമുണ്ട്, ഞാൻ 5 രോഗികളെ കണ്ടുവച്ചിട്ടുണ്ടെന്നാണ്. എന്തിനാണ്? അവരെ ശുശ്രൂഷിക്കാൻ. പണം കൊടുത്ത്. ഇല്ലാത്ത ഒരു കൂലിപ്പണിക്കാരനാണ്, അവന് കിട്ടിയതിൽ നിന്ന് ആണ് അവൻ കൊടുക്കേണ്ടത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, സ്വപ്നകുമാർ ഒരു ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ക്രിസ്ത്യാനി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അർത്ഥക്കുപ്പതേക്കാതെ ഇപ്പോഴും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ കാണ്ടാമൃഗങ്ങൾ ഈ പേര് സൂക്ഷിച്ച് ദൈവത്തിന് പണിയും കൊടുത്ത് ജീവിക്കുന്നുണ്ട്. ഇതിനത് വല്ല വിഷയമെന്ന് പറഞ്ഞത് യു ആർ ക്രിസ്ത്യൻ ഓർ നോട്ട്, അതൊന്നും ദൈവത്തിനൊരു ഉടമ്പടി പ്രശ്നമല്ല. ഉടമ്പടിയിലെന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ആരാണ് ദൈവത്തെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണത്. അതുകൊണ്ടല്ലേ ആ മനുഷ്യൻ ക്യാൻസറായിട്ട് കിടന്നിട്ടും പിന്നെയും പോയി രോഗികളെ കാണുകയും അവർക്ക് വേണ്ട തൻ്റെ കയ്യിലുള്ള പങ്കുവെക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? ദൈവസ്നേഹം കൊണ്ടാണ്. ഇതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇത് കാലാകാലങ്ങളിൽ തുടരണമെന്ന് ക്രിസ്തു ഉദ്ദേശിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കാലത്തുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ധ്യാനിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞ് നിർത്തിയത്? പഴയ നിയമ വെളിപാടുകളിലെല്ലാം ദൈവം കാർക്കശ്യക്കാരനാണ്. തിന്മകളുടെ വഴികളിൽ പോകുന്നവരെ ശിക്ഷിക്കുകയും അതേ തന്നെ ശാസിക്കുകയും ചെയ്യും. അത് ദൈവത്തിൻ്റെ റാത്തായിട്ട് വർക്കൗട്ട് ചെയ്യും, ക്രോധമായിട്ട്. എന്നിട്ട് ഈ റാത്ത് തന്നെയാണ് പുതിയ നിയമത്തിലെ ദൈവം കരുണയായിട്ട് മാറ്റണത്. എന്നിട്ട് കർത്താവിൻ്റെ കഥകളിലെല്ലാമേ ആന്തരികമായ ചൈതന്യം എന്ന് പറയുന്നത് കരുണയാണ്. ഈ കരുണ എന്ന് പറയണത് നല്ല സമരിയക്കാരൻ്റെ കഥയിൽ അവസാനിക്കാനുള്ളതല്ല. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ യേശു നിയമജ്ഞനോട് മറുചോദ്യം ചോദിച്ചു, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? അവൻ പറഞ്ഞു, നിന്നെ എല്ലാത്തിനും ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ നിയമജ്ഞൻ തിരിച്ചു പറഞ്ഞു, ഞാനിതെല്ലാം നേരത്തെ ചെയ്യുന്നുണ്ട്. അപ്പോഴേ പറഞ്ഞ് അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളിക്കൊരു സംശയം തോന്നി. കാര്യം ഈ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. ചിലർക്ക് അയൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ മാത്രമാണ്. അവിടെയാണല്ല പ്രശ്നം. കർത്താവ് അത് തിരുത്തനുണ്ട്. ചിലർക്ക് അയൽക്കാരെന്ന് പറയണത് അവരുടെ മതത്തിൽപ്പെട്ട ആൾക്കാർ, അവരുടെ കുടുംബത്തിൽപ്പെട്ടവർ. അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ മധ്യപൂർവ്വ ദേശങ്ങളിലും യഹൂദനായാലും അല്ലാത്തവർക്കായാലും അവരുടെ ഓൾഡ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് അയൽക്കാർ, സ്നേഹിതരെന്നൊക്കെ പറഞ്ഞത് അവരുടെ വർഗത്തിലും കുടുംബത്തിലും പെട്ട ആൾക്കാരാണ്. ഇതുകൊണ്ടാണ് കർത്താവ് സമരിയക്കാരനെ പുറത്തുനിന്ന് കൊണ്ടുവന്നത്. ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുകയായിരുന്നു. അവൻ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു, അവനെ പരിക്ഷീണനാക്കി എന്ന് പറഞ്ഞപ്പോഴേ അവൻ വഴിവെക്കിൽ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴേ അവിടെ കൂടി കടന്നു പോകുന്ന 2 പേരെ പറയുന്നുണ്ട്. ഒന്ന് പുരോഹിതൻ, അത് അവരുടെ കൂട്ടത്തിലുള്ള ആളാണ്. ഒന്ന് ലേവ്യൻ, അതും അൾത്താർ ശുശ്രൂഷകനായിട്ട് നിൽക്കുന്ന ആളാണ്. അപ്പോഴേ അയൽക്കാരനെ വേണമെങ്കിൽ ഈശോയ്ക്ക് ആ കഥയിൽ പുരോഹിതൻ അയൽക്കാരനാക്കാം, വേണമെങ്കിൽ ഈശോയ്ക്ക് ആ കഥയിൽ ലേവ്യനെ അയൽക്കാരനാക്കാം. അവർക്ക് സ്നേഹമില്ലാത്തതുകൊണ്ടല്ല പ്രശ്നം. അതായത് സമരക്കാരുമാണ് യഹൂദരും തമ്മിൽ 400 കൊല്ലത്തെ ശത്രുതയുണ്ട്. ഈ വർഗശത്രുത ഉള്ള ആൾക്കാരെ സ്നേഹത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് സമരക്കാരനെ ആ കഥയിൽ നല്ല സമരക്കാരനാക്കിയത്. ദാറ്റ് മീൻസ് ആരാണ് അയൽക്കാരനെന്ന് ചോദിച്ചാൽ വർഗശത്രുതയിലിരിക്കുന്ന ആളിന് ഒരാവശ്യം വന്നു കഴിഞ്ഞാൽ ആർക്ക് സഹായിക്കാൻ കഴിയും? അയാൾ അയൽക്കാരൻ.
കാര്യം ഇത് ദൈവിക പ്രബോധനമാണ്, മാനുഷിക പ്രബോധനമല്ല. ബൈബിളിൻ്റെ പ്രത്യേകത അതാണ്. മനുഷ്യന്മാരത് ചെയ്യുവോ ചെയ്യാതിരിക്കുവോ, അത് പ്രായോഗികമാണോ പ്രാക്ടിക്കലാണോ അല്ലയോ എന്നല്ല ബൈബിൾ നോക്കണത്. ബൈബിൾ നോക്കണത് ആ വിഷയം സത്യമാണോ എന്നാണ് നോക്കണത്, ദൈവികമാണോ. ദൈവത്തിൻ്റെ വചനങ്ങളാണ്. ദൈവത്തിൻ്റെ വചനങ്ങൾ ദൈവികമാകണം, അല്ല മാനുഷികമല്ല. മാനുഷികമാണ് വചനം എന്നുണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിലുള്ളവരെ സഹായിച്ചാൽ മതി. കർത്താവിൻ്റെ വചനം ദൈവികമായതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവമാണ് വചനത്തിനുള്ളത്. അതുകൊണ്ടാണ് വർഗശത്രുവിനെ അയൽക്കാരനാക്കിയത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയോട് ഉടമ്പടി ചെയ്യുക വഴി അങ്ങയുടെ മനസ്സിന് അനുപേക്ഷണീയമായി ദൈവിക നിലവാരമുള്ള സ്വഭാവ പ്രവർത്തനങ്ങളിലേക്ക് എന്നെ അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ശ്രുതികട്ടെ, ഹല്ലേലൂയ.